അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്താൻ പോകുന്ന അതിപ്രധാനപ്പെട്ട അല്ലാഹുവിന്റെ മഹത്വമേറിയ ഒരു ഇസ്മിനെ കുറിച്ച്, ഒരു നാമത്തെ കുറിച്ചാണ് മഹാനായ ഇമാം ശർക്കാവി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ കൊണ്ടുവന്ന അല്ലാഹുവിന്റെ ഈ മഹത്വമേറിയ ഇസ്മിന്റെ മഹത്വം എടുത്തു പറഞ്ഞ ഒരു വിഷയമാണ് നിങ്ങളുമായി ഞാൻ ഈ ക്ലാസ്സിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് അല്ലാഹുവിന്റെ ഫത്താഹ് എന്ന ഇസ്മു ജീവിതത്തിൽ പതിവാക്കി വന്നാൽ അത്ഭുത നേട്ടങ്ങളാണ് അനുഭവിച്ചറിയാൻ പറ്റുന്നത്. ഫത്താഹ് എന്ന ഇസ്മിന്റെ അർത്ഥം എല്ലാ വിജയങ്ങളുടെ നൽകവാടം, വിജയങ്ങളുടെ മുത്തുകൾ തുറന്നു തരുന്ന അല്ലാഹു എന്ന അർത്ഥം വരുന്ന ഈ ഒരു ഇസ്മ പതിവാക്കി വന്നാൽ നമുക്ക് ലഭിക്കുന്ന മഹത്വങ്ങൾ ചൊല്ലേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സമയമുണ്ട്. മഹാന്മാർ പഠിപ്പിച്ച അതിപ്രധാനപ്പെട്ട ഒരു സമയം സുബഹി നിസ്കാരത്തിന് ശേഷം വലത് കൈ ഇടത് നെഞ്ചത്തേക്ക് വെച്ച് യാ ഫത്താഹു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ് എന്നിങ്ങനെ ഒരാൾ ചൊല്ലാണെങ്കിൽ, ചൊല്ലി പതിവാക്കി വന്നാൽ അവന്റെ ഹൃദയം അല്ലാഹു പ്രകാശിപ്പിക്കും. അവന്റെ നൂറുകൊണ്ട് അവന്റെ ഹൃദയത്തെ അല്ലാഹു പ്രകാശിപ്പിക്കും. അവന്റെ കാര്യങ്ങളെല്ലാം അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. എല്ലാ വിജയങ്ങളുടെ വഴികൾ അല്ലാഹു അവന്റെ മുമ്പിൽ തുറന്നിട്ട് കൊടുക്കും. എല്ലാ വിജയങ്ങളുടെ വഴികൾ അല്ലാഹു തുറന്നിട്ട് കൊടുക്കും. വരുമാന മാർഗം നാൾക്ക് നാൾ വർദ്ധിച്ചു വരും. വരുമാന മാർഗം അല്ലാഹു തുറന്നിട്ട് കൊടുക്കും. സമ്പത്ത് കൊടുക്കും, മക്കളെ കൊടുക്കും, ഭക്ഷണം കൊടുക്കും. ഒന്നിനും മുടക്കം വരാത്ത രൂപത്തിൽ അല്ലാഹു അവനെ മരണം വരേക്കും, മരിച്ചതിന് ശേഷവും അല്ലാഹു തആല അവനെ പരിപാലിക്കും. അത്രയും അത്ഭുതമാണ് ഫത്താഹ് എന്ന ഇസ്മിന്റെ മഹത്വം. ഈ ഒരു ഇസ്മിന്റെ മഹത്വം പെട്ടെന്ന് ഉൾക്കൊള്ളാൻ, അതായത് ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നത് കൃത്യമായി നിസ്കാരങ്ങളും സുന്നത്ത് നിസ്കാരങ്ങളൊക്കെയും അതിന്റെ മുറ നിർവഹിക്കുന്നവർക്ക് പെട്ടെന്ന് ഇതിന്റെ മഹത്വം, ഇതിന്റെ രുചി അനുഭവിക്കാൻ പറ്റുകയാണ്. അതുകൊണ്ട് എല്ലാവരും പതിവാക്കണം. സുബഹി നിസ്കാരത്തിന് ശേഷം ഫത്താഹ് എന്ന ഇസ്മ വലത് കൈ ഇടത് നെഞ്ചത്തേക്ക് വെച്ച് ചൊല്ലുക. 71 തവണ അത് പതിവാക്കുക. നാം എല്ലാ ദിവസവും, നമ്മുടെ മജ്‌ലിസിൽ ശനിയാഴ്ച ദിവസം ചൊല്ലി വരുന്ന ഒരു ഇസ്മാണ്. അതുകൊണ്ട് അത്ഭുത മഹത്വമുള്ളൊരു ഇസ്മാണ്. എല്ലാവരും പതിവാക്കുക. അല്ലാഹു നമുക്ക് ഭാഗ്യം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.